ഒരേപോലെ 24 മണിക്കൂർ കിട്ടിയിട്ടും ചിലർ മാത്രം എങ്ങനെയാണ് മറ്റുള്ളവരെക്കാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് വെറുമൊരു കഴിവല്ല കേട്ടോ. ശരാശരിക്കാരിൽ നിന്ന് അസാധാരണക്കാരെ വേർതിരിക്കുന്ന ഒരു രഹസ്യമുണ്ട്. പ്രൊഫസർ കാൽ ന്യൂപോർട്ട് അതിനെ ഡീപ്പ് വർക്ക് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശ്രദ്ധയുടെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണിത്, അല്ലേ? ദിവസം മുഴുവൻ ഒരു ഓട്ടമായിരിക്കും. മീറ്റിങ്ങുകൾ, ഇമെയിലുകൾ, ഫോൺ കോളുകൾ. അവസാനം രാത്രിയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നും, ഞാൻ ഇന്ന് ശരിക്കും എന്താണ് ചെയ്തത് എന്ന്. പേടിക്കേണ്ട, ഈ ചിന്തയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. സത്യം പറഞ്ഞാലേ നമ്മുടെ ശ്രദ്ധയെ പിടിച്ചെടുക്കാൻ ഒരു വലിയ യുദ്ധം തന്നെ നടക്കുന്നുണ്ട്. ഓരോ നോട്ടിഫിക്കേഷനും ഓരോ മെസ്സേജും നമ്മുടെ ഏറ്റവും വിലപ്പെട്ട ഒന്നായ ശ്രദ്ധയെ കവർന്നെടുക്കാൻ മത്സരിക്കുകയാണ്. ഇതൊരു തീരാത്ത പോരാട്ടം പോലെയാണ്. പക്ഷേ ഈ യുദ്ധം ജയിക്കാൻ ഒരു കിടിലൻ ആയുധമുണ്ട്. ചുറ്റുമുള്ള ബഹളങ്ങളെയെല്ലാം പൂർണ്ണമായി മാറ്റി നിർത്തി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ മാത്രം മണിക്കൂറുകളോളം മുഴുകാനുള്ള കഴിവ്. അതാണ് ഡീപ്പ് വർക്ക്. അപ്പോൾ ഈ സൂപ്പർ പവർ എങ്ങനെ സ്വന്തമാക്കാം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ശത്രുവിനെ നേരിടണമെങ്കിൽ ആദ്യം നമ്മുടെ സമയം എങ്ങോട്ടായി പോകുന്നതെന്ന് അറിയണം, അല്ലേ? അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ജോലികളെ നമുക്കൊന്ന് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ദിവസത്തിലെ കൂടുതൽ സമയവും പോകുന്നത് ഷാലോ വർക്കിന് വേണ്ടിയാണ്. അതായത് ഇമെയിലുകൾക്ക് മറുപടി അയയ്ക്കുക, ചെറിയ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക. ഇതൊക്കെ നമ്മളെ എപ്പോഴും ബിസിയാണ് എന്നൊരു ഫീല് തരും. പക്ഷേ അവസാനം നോക്കുമ്പോൾ വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. എന്നാൽ മറുവശത്ത് ഡീപ്പ് വർക്കുണ്ട്. അത് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് മറ്റൊരാൾക്ക് എളുപ്പത്തിൽ കോപ്പിയടിക്കാൻ പറ്റാത്ത അത്രയും മൂല്യമുള്ള ഒന്നാണ്. അപ്പോൾ ഡീപ്പ് വർക്ക് എന്നുവെച്ചാൽ വെറുതെ ഒരുപാട് നേരം ജോലി ചെയ്യുക എന്നല്ല അർത്ഥം. മറിച്ച് ഒരു ഡിസ്ട്രാക്ഷനുമില്ലാതെ പൂർണ്ണമായും ഒരു കാര്യത്തിൽ മാത്രം ലയിക്കുക എന്നതാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ജോലി ചെയ്യാൻ പറ്റുന്ന എത്ര പേരുണ്ട്? വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു സൂപ്പർ പവറായി മാറുന്നത്. ശരി, എന്തുകൊണ്ടാണ് ഈ ഡീപ്പ് വർക്കിന് ഇത്ര പവർ? ഇതിന്റെ പിന്നിലെ സയൻസ് എന്താണ്? ഉത്തരം നമ്മുടെ തലച്ചോറിനകത്ത് തന്നെയുണ്ട്. കേൾക്കുമ്പോൾ അതിശയം തോന്നാം, പക്ഷേ ഡീപ്പ് വർക്ക് നമ്മുടെ തലച്ചോറിനെ ശരിക്കും മാറ്റിയെഴുതുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ പുതിയൊരു കാര്യം പഠിക്കുകയാണെന്ന് വയ്ക്കുക. ഒരു പുതിയ ഭാഷയോ അല്ലെങ്കിൽ ഡ്രൈവിങ്ങോ എന്തുമാവാം. അപ്പോൾ നമ്മുടെ തലച്ചോറിൽ പുതിയ ന്യൂറൽ പാതകൾ, അതായത് പുതിയ വഴികൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഒരേ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ ഈ വഴികൾ കൂടുതൽ ബലമുള്ളതായി മാറും. ഒരു ഹൈവേ പോലെ. ഈ വഴികൾ എത്ര സ്ട്രോങ് ആണോ അത്രയും വേഗത്തിൽ നമ്മൾ ആ കഴിവ് സ്വന്തമാക്കും. നിങ്ങളൊരു കാര്യത്തിൽ പൂർണ്ണമായി ശ്രദ്ധിക്കുമ്പോൾ ആ ന്യൂറൽ പാതകൾക്ക് ചുറ്റും മൈലിൻ എന്നൊരു ഇൻസുലേഷൻ രൂപപ്പെടും. നമ്മുടെ ഇലക്ട്രിക് വയറിനു ചുറ്റുമുള്ള കോട്ടിംഗ് കണ്ടിട്ടില്ലേ? അതുപോലെ ഈ മൈലിൻ കൂടുന്തോറും വിവരങ്ങൾ ആ പാതകളിലൂടെ മിന്നൽ വേഗത്തിൽ പായും. ചുരുക്കി പറഞ്ഞാൽ ഡീപ്പ് വർക്ക് നിങ്ങളുടെ ബ്രെയിനിനെ ശരിക്കും റീവയർ ചെയ്യുകയാണ്. ഇനി അടുത്ത പോയിന്റിലേക്ക് വരാം. ഉയർന്ന നിലവാരമുള്ള ജോലി ചെയ്യാൻ ഡീപ്പ് വർക്ക് നമ്മളെ സഹായിക്കും. നമ്മളിൽ ഭൂരിഭാഗം പേരും ചെയ്യുന്നൊരു തെറ്റുണ്ട്, മൾട്ടി ടാസ്കിംഗ്. ഒരു ജോലിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. പക്ഷേ ഇതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ വലുതാണ്. ഇപ്പോൾ നിങ്ങളൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കുകയാണെന്ന് കരുതുക. പെട്ടെന്നൊരു വാട്സാപ്പ് നോട്ടിഫിക്കേഷൻ വന്നു. ഒരു സെക്കൻഡ് നോക്കിയിട്ട് തിരിച്ചു വെച്ചു. സിമ്പിൾ അല്ലേ? അല്ല, അവിടെയാണ് അറ്റൻഷൻ റെസിഡ്യൂ വരുന്നത്. നിങ്ങളുടെ ശ്രദ്ധയുടെ ഒരു ഭാഗം ഇപ്പോഴും ആ മെസ്സേജിൽ തന്നെ ആയിരിക്കും. തിരിച്ചു റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് പഴയതുപോലെ കിട്ടില്ല. പെർഫോമൻസ് നന്നായി കുറയും. ഡീപ്പ് വർക്കിന്റെ ഗുണങ്ങൾ വെറും പ്രൊഡക്ടിവിറ്റിയിൽ ഒതുങ്ങുന്നില്ല കേട്ടോ. ഇതിനൊരു സൈക്കോളജിക്കൽ വശം കൂടിയുണ്ട്. നമ്മൾ എന്തിലാണോ ശ്രദ്ധ കൊടുക്കുന്നത് അതായിരിക്കും നമ്മുടെ റിയാലിറ്റി. ഡീപ്പ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലോ എന്നൊരു സ്റ്റേറ്റിലേക്ക് എത്തും. നിങ്ങൾക്കറിയാമോ, സമയം പോകുന്നത് പോലും അറിയാതെ ഒരു കാര്യത്തിൽ മുഴുകിയിരിക്കുന്ന ആ ഒരു ഫീൽ? പഠനങ്ങൾ പറയുന്നത് ആ ഒരു ഫ്ലോ സ്റ്റേറ്റിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതെന്നാണ്. അപ്പോൾ സംഭവം സിമ്പിളാണ്. ഡീപ്പ് വർക്ക് ചെയ്താൽ കൂടുതൽ സന്തോഷം കിട്ടും. ഓക്കെ, അപ്പോൾ ഡീപ്പ് വർക്ക് എന്താണെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് മനസ്സിലായി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം? അതിനുള്ള ചില വഴികളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇവിടെ എല്ലാവർക്കും ഒരേ രീതി പറ്റില്ല. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് വേണം തിരഞ്ഞെടുക്കാൻ. കാൽ ന്യൂപോർട്ട് 4 സ്റ്റൈലുകൾ പറയുന്നുണ്ട്. ഞാനിത് പറയുമ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് ചേരുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കണേ. ചിലർക്ക് എല്ലാത്തിൽ നിന്നും മാറി നിന്നൊരു സന്യാസിയെ പോലെ വർക്ക് ചെയ്യാനാവും. മറ്റു ചിലർക്ക് ദിവസത്തിൽ കുറച്ച് മണിക്കൂറുകൾ മാത്രം മതിയാവും. പോയിന്റിലാണ് നിങ്ങൾക്ക് വർക്കാവുന്ന ഒരു രീതി കണ്ടെത്തുക. ഏതൊരു പുതിയ ശീലം തുടങ്ങാനും ഏറ്റവും പാട് അതിന് തുടക്കമാണ്, അല്ലേ? എപ്പോൾ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നൊക്കെ ആലോചിച്ച് സമയം പോകും. അതൊഴിവാക്കാൻ ഒരു റിച്വൽ ഉണ്ടാക്കുന്നത് നല്ലതാണ്.
അതായത് ഡീപ്പ് വർക്ക് തുടങ്ങുന്നതിന് മുൻപ് സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യം. ഒരു കപ്പ് കാപ്പി കുടിക്കുന്നതോ ഒരേ പാട്ട് കേൾക്കുന്നതോ എന്തുമാവാം. ഇത് നമ്മുടെ തലച്ചോറിന് ഒരു സിഗ്നൽ കൊടുക്കും, ഓക്കെ, ടൈം ടു ഫോക്കസ്. തുടങ്ങാൻ ഒരു റിച്വൽ ഉള്ളതുപോലെ തന്നെ നിർത്താനും ഒരെണ്ണം വേണം. അതാണ് ഷട്ട് ഡൗൺ റിച്വൽ. ജോലി കഴിഞ്ഞ് ലാപ്ടോപ്പ് അടച്ചാലും നമ്മുടെ തലച്ചോറ് ആ ചിന്തകളിൽ തന്നെയായിരിക്കും. അതൊഴിവാക്കാനാണ് ഈ റിച്വൽ. അന്നത്തെ ജോലികൾ തീർത്തു എന്ന് ഉറപ്പാക്കുക, നാളത്തേക്കുള്ള പ്ലാൻ റെഡിയാക്കുക, പിന്നെ മനസ്സിലുള്ള ടെൻഷനൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എന്നിട്ട് ഉറക്കെ പറയുക, ഓക്കെ, ഷട്ട് ഡൗൺ കംപ്ലീറ്റ്. ഇത് നിങ്ങളുടെ ബ്രെയിനിന് ഒരു ക്ലിയർ സിഗ്നൽ കൊടുക്കും, ഇനി റിലാക്സ് ചെയ്യാനുള്ള സമയമാണെന്ന്. ഈ ഡീപ്പ് വർക്ക് എന്ന് പറയുന്നത് ഒരു മസിൽ പോലെയാണ്. നമ്മൾ എത്രത്തോളം ട്രെയിൻ ചെയ്യുന്നോ അത്രത്തോളം അത് സ്ട്രോങ് ആകും. അപ്പം നമ്മുടെ ഈ ഫോക്കസ് മസിലിനെ എങ്ങനെ ബിൽഡ് ചെയ്യാം, ഡിസ്ട്രാക്ഷൻസിനെ എങ്ങനെ വരുതിയിലാക്കാം, അതിനുള്ള കുറച്ച് ട്രെയിനിങ് ടിപ്സ് നോക്കാം. നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്താ? ബോറടിച്ചാൽ ഉടനെ ഫോൺ എടുക്കും, അല്ലേ? ആ ഒരു ശീലത്തെയാണ് ആദ്യം ബ്രേക്ക് ചെയ്യേണ്ടത്. അടുത്ത തവണ ബോറടിക്കുമ്പോൾ വെറുതെ ഒന്നിരുന്ന് നോക്കൂ, ഫോണിൽ തൊടാതെ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ ഒരു ദിവസം ഒരു 15-20 മിനിറ്റ് ഷെഡ്യൂൾ ചെയ്യുക. ബാക്കി സമയം അങ്ങോട്ട് നോക്കരുത്. പിന്നെ ഫോക്കസ് കൂട്ടാൻ ഒരു കിടിലൻ ടെക്നിക്കുണ്ട്, പ്രൊഡക്റ്റീവ് മെഡിറ്റേഷൻ. നടക്കാൻ പോകുമ്പോഴോ ഡ്രൈവ് ചെയ്യുമ്പോഴോ ഒരൊറ്റ പ്രശ്നത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. വേറെ ഒന്നിലേക്കും ശ്രദ്ധ പോകാൻ പാടില്ല. ഇതൊരു അടിപൊളി ബ്രെയിൻ എക്സസൈസ് ആണ്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, സോഷ്യൽ മീഡിയ നിങ്ങളുടെ ജീവിതത്തിന് ശരിക്കും എന്ത് ഗുണമാണ് തരുന്നത്? ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ ഒരു വഴിയുണ്ട്. ഒരു 30 ദിവസത്തെ സോഷ്യൽ മീഡിയ ഡീടോക്സ് ഒരു ചാലഞ്ച് പോലെ എടുത്തു നോക്കൂ. 30 ദിവസം കഴിഞ്ഞ് സ്വയം ചോദിക്കുക, എൻ്റെ ജീവിതം ഇതില്ലാഞ്ഞതുകൊണ്ട് മോശമായോ അതോ മെച്ചപ്പെട്ടോ? കിട്ടുന്ന ഉത്തരം ചിലപ്പോൾ നിങ്ങളെ ഞെട്ടിക്കും. നിങ്ങളുടെ സമയത്തിൻ്റെ കൺട്രോൾ തിരികെ പിടിക്കണം എങ്കിൽ ദിവസത്തെ ഓരോ മിനിറ്റും പ്ലാൻ ചെയ്യണം. എത്ര സമയം ഡീപ്പ് വർക്ക്, എത്ര സമയം ഇമെയിൽ നോക്കാൻ, എത്ര സമയം മീറ്റിങ്ങിന്, എല്ലാം മുൻകൂട്ടി തീരുമാനിക്കുക. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷേ ഇത് നിങ്ങളുടെ ദിവസത്തിന് ഒരു സ്ട്രക്ചർ തരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കും. ഒരു കാര്യം ഓർക്കുക, നമ്മളിപ്പോൾ ജീവിക്കുന്നത് മുഴുവൻ ഡിസ്ട്രാക്ഷൻസിന്റെ ലോകത്താണ്. ഓരോ നിമിഷവും നമ്മുടെ ശ്രദ്ധയെ തട്ടിയെടുക്കാൻ എന്തെങ്കിലും ഉണ്ടാകും. ഈ ഒരു ലോകത്ത് ഫോക്കസ് ചെയ്യാനുള്ള കഴിവ്, അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സൂപ്പർ പവർ. നിങ്ങളുടെ ബെസ്റ്റ് ഐഡിയകൾ, നിങ്ങളുടെ കരിയർ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ആ ചിന്തകൾ, അതൊന്നും ഒരു ഇൻസ്റ്റാഗ്രാം സ്ക്രോളിനിടയിലോ ഒരു മീറ്റിങ്ങിനിടയിലോ കിട്ടില്ല. അവയെല്ലാം ഒളിച്ചിരിക്കുന്നത് ആഴത്തിലുള്ള ശ്രദ്ധയുടെ നിമിഷങ്ങളിലാണ്. അപ്പോൾ അടുത്ത തവണ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സ്വയം ചോദിക്കുക, എനിക്ക് വേണ്ടത് ഈ ചെറിയ ഡിസ്ട്രാക്ഷൻ ആണോ അതോ ആഴത്തിൽ ഒളിഞ്ഞിരിക്കുന്ന എൻ്റെ ഏറ്റവും വലിയ കഴിവാണോ?